സ്ഥലത്തെത്തി. ഇവിടെ ആരും താമസിക്കില്ലെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ആർക്കറിയാം. നമ്മള് താമസിക്കാൻ പോണ പുതിയ വീടെത്തി. പേടിയാവും. നല്ല പഴയത്. Tomorrow. ചേട്ടാ ഇവിടെ എന്താ ആൾതാമസം ഇല്ലേ? അങ്ങനെ ചോദിക്കല്ലേ. ഇവിടെയാണെങ്കിൽ പണ്ടാണെങ്കിൽ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളൊരു സ്ഥലം. അതിൽ ആ മുത്തശ്ശൻ മരിച്ചുപോയി. ഇപ്പോൾ ഈ വീട്ടിൽ ആരും താമസിക്കുന്നില്ല. ഈ വീട് നല്ല അടച്ചും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ആരും പോയിക്കൂടാ. ഇവിടെ എല്ലാവർക്കും രാത്രി പേടിയാണ് പോവാൻ. ചേട്ടാ ഈ വീട് എങ്ങനെ തുറക്കും? ഇതിൻ്റെ ചാവി ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അത് ഈ കെട്ടിടങ്ങളൊക്കെ നമ്മളെന്താ വിശ്വസിക്കുന്നത്? ചിലപ്പോ സത്യമായാലോ അത്. അതെ, നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലോ? ചില പ്രേതങ്ങൾ സത്യമാണ്, ചില പ്രേതങ്ങൾ ഡ്യൂപ്ലിക്കേറ്റുമാണ്. ഇല്ല, പിന്നെ എന്തിനാണ് ഈ വീട് അടുത്തോണ്ട് വെച്ചിരിക്കുന്നത്? ദൂരെ വെക്കാനല്ലേ. അത് നമ്മളവിടെ ഒന്ന് പോയി നോക്കിയാലോ? വേണ്ട പോടാ. എന്നാലും ഒരു രസത്തിന് എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇറങ്ങി നോക്കാം. ഇവിടെ മൊത്തം ചീത്തയായിട്ട് കിടക്കണല്ലോ. അപ്പൊ ഈ ഇവിടെ നിന്ന് കുഴിച്ചു തുടങ്ങാം. ഭയങ്കര മണ്ണൊക്കെ ഇട്ട് കിടക്കും. അളയ നമ്മൾ ഇത് എന്തരാന്ന് കൊണ്ടുപോയി നോക്കാം. അളയ ഇത് എന്തിനാണ്? അതിനാണ് സാധ്യത. ചേട്ടൻ ഞങ്ങൾക്ക് അവിടെ നീ ചാവി കിട്ടി. ഈ ചാവി വീട്ടിന്റെ ചാവിയാണ്. ആ വീട്ടിൽ നിങ്ങൾ ഒരിക്കലും പോവല്ലേ. ഓക്കെ, ശരി ചേട്ടാ. ആള് പറയുന്നൊന്നും കേട്ടോ. ഇത് കണ്ടിട്ട് വലിയ വീട് കേട്ടോ. കുഴപ്പമില്ല, നമ്മളകത്ത് പോയി നോക്കാം. ഇതാണെന്ന് തോന്നുന്നു. തുറന്നു. ചപ്പലൊക്കെ കിടക്കണം. ഈ വീട് കാണുമ്പോ 2000 വർഷം പഴക്കമുള്ളത് പോലെ ഇരിക്കുന്നു. അളിയാ, ഈ വീട് 2000 വർഷം പഴക്കമുള്ള പോലെ ഇരിക്കുന്നു. അവിടെ കയറി നോക്കാം. തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്നു. അളിയ, അവിടെ ആരോ ഉള്ളതുപോലെ. അളിയാ, പ്രേതം. അളിയാ, 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 പാടാ. അതാരാ അവിടെ? അളിയാ, ഇതാരാ?